ഈ വരുന്ന ഫെബ്രുവരി 6-ാം തീയതി ഒരു ചരിത്ര മുഹൂർത്തത്തിന് നമ്മളൊക്കെയും സാക്ഷ്യം വഹിക്കാനിരുന്നതാണ്. 54 വർഷങ്ങൾക്കു ശേഷം മനുഷ്യനെ ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തിക്കുന്ന നാസയുടെ ആർട്ടിമിസ് 2 ദൗത്യത്തിന്റെ വിക്ഷേപണം. 1972 അവസാന അപ്പോളോ ദൗത്യം. പിന്നീട് മനുഷ്യർ ചന്ദ്രനിലേക്ക് പോയിട്ടില്ല. 5 പതിറ്റാണ്ടിലേറെ കാലം പിന്നിട്ട ശേഷം വീണ്ടും അതിന് സാക്ഷികളാകാൻ കാത്തിരിക്കുകയായിരുന്നു ലോകം. ചന്ദ്രനിൽ ഇറങ്ങുന്ന ആർട്ടിമിസ് 3 ദൗത്യത്തിന് മുന്നോടിയായി ചന്ദ്രനെ ചുറ്റുന്ന ആർട്ടിമിസ് 2 അരങ്ങേറും. അതിന്റെ വിക്ഷേപണം ഈ ഫെബ്രുവരി 6-ന് ഉണ്ടായിരിക്കും. അതൊരു ചരിത്ര സംഭവമാകുന്ന 10 ദിവസം നീണ്ട യാത്രയായിരിക്കും. അങ്ങനെയായിരുന്നു വാർത്തകളൊക്കെ വന്നത്. പക്ഷേ ഇതേ ഇപ്പോൾ റിപ്പോർട്ടുകളൊക്കെ അനുസരിച്ച് നാസയുടെ ആർട്ടിമിസ് 2 ദൗത്യത്തിന്റെ വിക്ഷേപണം വൈകുമെന്ന് അറിയുന്നത്. അപ്പോൾ കാത്തിരിപ്പ് നീളും. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് ആർട്ടിമിസിന്റെ ഈ പരീക്ഷണം നീളുന്നത് എന്ന് പരിശോധിക്കാം. അപ്പൊ അതിന് ആദ്യം ആർട്ടിമിസ് വരണം. ആർട്ടിമിസ് വന്നു. ഇനി എന്തുകൊണ്ടാണ് ഈ പരീക്ഷണം നീളുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വിക്ഷേപണം നടത്താനിരുന്ന ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ അനുഭവപ്പെടുന്ന അതിശൈത്യം മൂലമാണ് ഈ ദൗത്യം നീട്ടിവെക്കുന്നത് എന്നാണ് വരുന്ന വിവരങ്ങളൊക്കെയും. നേരത്തെ ഇത് ഫെബ്രുവരി മാസം 6-ന് വിക്ഷേപണം നടത്തുമെന്നായിരുന്നു വിവരങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ആ ദൗത്യമാണ് ഇപ്പോൾ നിലവിൽ മാറ്റിവെച്ചിരിക്കുന്നത്. ഫെബ്രുവരി 8-ന് മുൻപ് വിക്ഷേപണം നടത്താൻ സാധിക്കില്ല എന്നാണ് ഈ നിലവിൽ പുറത്തുവരുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ റോക്കറ്റിന്റെ ഇന്ധന പരീക്ഷണം അതായത് ശനിയാഴ്ച നടത്താൻ നിശ്ചയിച്ചിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഈ കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് തന്നെ ഇത് മാറ്റിവെക്കേണ്ടി വന്നത്. തുടർന്ന് ഇത് തിങ്കളാഴ്ചത്തേക്ക് മാറ്റുകയായിരുന്നു. ഫെബ്രുവരിയിൽ ദൗത്യത്തിന്റെ ലോഞ്ചിന് അനുകൂലമായ 3 ദിവസങ്ങളാണ് ഉള്ളത്. അപ്പം ഈ മാസത്തിലെ ലോഞ്ചിന് അനുകൂലമായ അവസാന തീയതി എന്ന് പറഞ്ഞാൽ അത് ഫെബ്രുവരി മാസം 11-ആണ്. അതുവരെ കാലാവസ്ഥ അനുകൂലമായില്ലെങ്കിൽ വിക്ഷേപണം മാർച്ചിലേക്ക് നീളുമെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഒക്കെയും. അപ്പൊ ഇനിയും കാത്തിരിക്കണമെന്ന് സാരം. നോക്കൂ, 54 വർഷത്തിന് ശേഷമാണ് ഇന്ത്യയിൽ വീണ്ടും മനുഷ്യൻ വീണ്ടും ചന്ദ്രനിലേക്ക് യാത്ര തിരിക്കുന്നത്. 1972-ലാണ് അവസാനത്തെ അപ്പോളോ ദൗത്യം, അവസാനത്തെ ചന്ദ്ര ദൗത്യം നടക്കുന്നത്. അന്ന് ഈ ആർട്ടിമിസ് 2-ലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഈ ദൗത്യത്തിന്റെ സംഘം അത് ചന്ദ്രന്റെ ഭ്രമണപഥത്തെ ചുറ്റിയതിനു ശേഷം തിരികെ ഭൂമിയിലേക്ക് മടങ്ങുന്ന ദൗത്യമാണ് ഈ ഇപ്പോഴത്തെ ആർട്ടിമിസ് 2 ദൗത്യം. ഇനി നോക്കൂ, നമുക്ക് അടുത്തതിൽ വരുമ്പോൾ ഈ കാണുന്ന 4 പേർ, ഈ 4 പേരാണ് ഈ 4 പേരുടെ റീഡ് വൈസ്മാൻ, വിക്ടർ ഗ്ലോവർ, ക്രിസ്റ്റീന കോച്ച്, അതേപോലെ തന്നെ കനേഡിയൻ സ്പേസ് ഏജൻസിയുടെ ജെറമി ഹാൻസൺ. ഈ 4 പേരാണ് ഈ ദൗത്യവുമായി ബന്ധപ്പെട്ടുള്ളവർ. ഇവരാണ് 10 ദിവസത്തെ ദൗത്യത്തിൽ പങ്കെടുക്കുക. ഓറിയോൺ പേടകത്തിൽ ചന്ദ്രനെ വലം വെച്ച് മടങ്ങി വരികയാണ് ഇവരുടെ ലക്ഷ്യം. ഓറിയോൺ പേടകത്തിൽ മനുഷ്യരെ വഹിച്ചുകൊണ്ടുള്ള യാത്രയുടെ പരീക്ഷണമാണ് ഈ ആർട്ടിമിസ് 2 എന്ന് പറയുന്ന ദൗത്യം. ഈ ദൗത്യത്തിന്റെ സ്വഭാവം നമ്മൾ പരിശോധിച്ചാൽ മനുഷ്യരോടുകൂടി ചന്ദ്രനെ ചുറ്റിപ്പറന്ന് ഭൂമിയിലേക്ക് മടങ്ങുന്ന ദൗത്യമാണ് ഈ ആർട്ടിമിസ് 2 എന്ന് പറയുന്നത്. ഇതിന് പക്ഷേ ലാൻഡിംഗ് ഇല്ല, ചന്ദ്രനിൽ ലാൻഡിംഗ് ഇല്ല. ചന്ദ്രനെ ചുറ്റിപ്പറന്ന് തിരിച്ച് ഭൂമിയിലേക്ക് വരും. ലാൻഡിംഗ് ഉള്ളത് ആർട്ടിമിസ് 3-ലാണ് വരിക. ആർട്ടിമിസ് 1 നമ്മൾ കണ്ടു. ആർട്ടിമിസ് 2-ന്റെ ദൗത്യമാണ് ഇപ്പോൾ നീട്ടി വച്ചിരിക്കുന്നത്. അതിൽ ചന്ദ്രനെ ചുറ്റി തിരികെ ലാൻഡ് ചെയ്യും. ആർട്ടിമിസ് 3-ലാണ് ഇനി അവിടെ ലാൻഡ് ചെയ്യുക. അവിടെ ചന്ദ്രനിലേക്ക് ഇറങ്ങുന്ന പരീക്ഷണം 3-ലാണ് വരുന്നത്. ഇനി ഇത് ഉപയോഗിക്കുന്ന സാങ്കേതിക സംവിധാനങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഇതിന്റെ റോക്കറ്റ് അത് സ്പേസ് ലോഞ്ച് സിസ്റ്റം ആണ്. SLS ആണ് ഇതിന്റെ റോക്കറ്റ് ഉപയോഗിക്കുന്നത്. ഇനി ഇത് പോകുന്ന ബഹിരാകാശ വാഹനം അത് ഓറിയോൺ ക്രൂ ക്യാപ്സ്യൂൾ ആണ്. ഓറിയോൺ പേടകത്തിലാണ് ഇത് പോകുന്നത്. ഇതിലെ സംഘാംഗങ്ങൾ നമ്മൾ നേരത്തെ പരിചയപ്പെട്ടതുപോലെ തന്നെ റിസ് വൈസ്മാൻ, അതേപോലെ തന്നെ വിക്ടർ ഗ്ലോവർ, ക്രിസ്റ്റീന കോച്ച്, ഇവർ 3 പേരും നാസയിൽ നിന്നുള്ളവരാണ്. ജെറമി ഹാൻസൺ മാത്രമാണ് കനേഡിയൻ സ്പേസ് ഏജൻസിയിൽ നിന്നുള്ളത്. ഏകദേശം 10 ദിവസമാണ് ഈ ദൗത്യത്തിന് വേണ്ടി വരിക. അപ്പോൾ ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ദൗത്യത്തിന്റെ ലക്ഷ്യങ്ങൾ. ആർട്ടിമിസ് 2-ന്റെ ലക്ഷ്യങ്ങളാണ് ഇനിയിപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത്. 10 ദിവസത്തെ ദൗത്യത്തിന്റെ ലക്ഷ്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ നോക്കൂ, പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഓറിയോൺ ബഹിരാകാശ വാഹനത്തിന്റെ മനുഷ്യർക്കൊപ്പമുള്ള പ്രവർത്തനക്ഷമത പരിശോധിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇനി അടുത്ത ലക്ഷ്യം ദീർഘദൂര ബഹിരാകാശ യാത്രയിൽ ജീവൻ നിലനിർത്തുന്ന സംവിധാനങ്ങൾ, അതിൻ്റെ ഈ പരീക്ഷണങ്ങളൊക്കെ നോക്കുക, അത് മറ്റൊരു ലക്ഷ്യമാണ്. പിന്നെ ഒന്ന് നാവിഗേഷൻ, അതേപോലെ ആശയവിനിമയം. ആർട്ടിമിസ് 3 ദൗത്യം അത് വിജയകരമാക്കാൻ ആവശ്യമായ ഡേറ്റയൊക്കെ ശേഖരിക്കുക എന്നുള്ളതും ഇതിൻ്റെ ദൗത്യമാണ്. അതായത് ചന്ദ്രനിലേക്ക് ഇറങ്ങുന്ന ദൗത്യം അത് വിജയകരമാക്കാൻ ആവശ്യമായ ഡേറ്റ ശേഖരിക്കുക എന്നിവയൊക്കെയും ഈ ദൗത്യത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ്. ഈ ദൗത്യത്തിന്റെ ചരിത്ര പ്രാധാന്യം കൂടി നമുക്കൊന്ന് പരിശോധിച്ച് പോവാം. ചരിത്രപരമായ പ്രാധാന്യം നമുക്ക് അറിയാവുന്ന പോലെ 1972
1972 അപ്പോളോ 17 ശേഷം മനുഷ്യർ ചന്ദ്രനെ സമീപിക്കുന്ന ആദ്യ ദൗത്യം ആണിത്. അതാണ് ഏറ്റവും വലിയൊരു ഇതിന്റെ ചരിത്ര സംഭവം എന്ന് പറയുന്നത്. ഇനിയിപ്പോ ഭാവിയിൽ ചന്ദ്രനിൽ ദീർഘകാല ഒരു മനുഷ്യ സാന്നിധ്യമൊക്കെ സാധ്യമായേക്കാം, അതും ഇതിന്റെ ഒരു ദൗത്യമാണ്. പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് ഇപ്പൊ മാർസ് ദൗത്യമൊക്കെ അതിന്റെ പരീക്ഷണങ്ങളൊക്കെ നടക്കുകയാണല്ലോ. അപ്പൊ മാർസ് ദൗത്യങ്ങൾക്ക് വഴിയൊരുക്കലാണ് ആർട്ടിമിസ് 2 കൂടെ നാസ ലക്ഷ്യമിടുന്ന മറ്റൊരു കാര്യം. നമുക്ക് ക്വിക്കായിട്ട് ആർട്ടിമിസ് 1 ഉം 2 ഉം തമ്മിലുള്ള താരതമ്യം കൂടി നോക്കി ഇത് അവസാനിപ്പിക്കാം. നോക്കൂ, ഇതിന്റെ ഓരോ ദൗത്യം, അതായത് ആർട്ടിമിസ് 1 ഉം 2 ഉം തമ്മിലുള്ള വ്യത്യാസമാണ്. ആർട്ടിമിസ് 1 അതിന്റെ ദൗത്യം അത് മനുഷ്യരില്ലാത്തൊരു ദൗത്യമായിരുന്നു ആർട്ടിമിസ് 1 ഉണ്ടായിരുന്നത്. ആർട്ടിമിസ് 2 വരുമ്പോൾ അത് മനുഷ്യരോട് കൂടിയുള്ള ഒരു ദൗത്യമാണ്. ഇനി മറ്റൊന്നിന്റെ പ്രധാന ലക്ഷ്യം, ആർട്ടിമിസ് 1 പ്രധാനപ്പെട്ട ലക്ഷ്യം അത് SLS ഓറിയോൺ എന്നിവയുടെ ആദ്യ സമ്പൂർണ്ണ പരീക്ഷണമായിരുന്നു. ആർട്ടിമിസ് 2 വരുമ്പോൾ മനുഷ്യരോട് കൂടി ഓറിയോണിന്റെ പ്രവർത്തന പരിശോധനയാണ് ആർട്ടിമിസ് 2 ലക്ഷ്യം. ഇനി ആർട്ടിമിസ് 1 മനുഷ്യരുണ്ടായിരുന്നില്ല, പക്ഷെ ആർട്ടിമിസ് 2 വരുമ്പോൾ 4 ബഹിരാകാശ യാത്രികർ ആ പേടകത്തിനുള്ളിലുണ്ട്. ചന്ദ്രനിൽ ലാൻഡിംഗ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആർട്ടിമിസ് 1 ഉം 2 ഉം ചന്ദ്രനിൽ ലാൻഡിംഗ് ഇല്ല. അത് ആർട്ടിമിസ് 3 വരിക. ആർട്ടിമിസ് 3 ചന്ദ്രനിൽ ലാൻഡ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ ദൗത്യപാത പരിശോധിച്ചാൽ ആർട്ടിമിസ് 1 ഉം 2 ഉം രണ്ടും ചന്ദ്രനെ ചുറ്റി ഭൂമിയിലേക്ക് തിരികെ മടങ്ങൽ തന്നെയാണ്. പക്ഷേ ആർട്ടിമിസ് 2 ഈ ചന്ദ്രനെ ചുറ്റി പറക്കുമ്പോൾ അതിനുള്ളിൽ 4 മനുഷ്യരുണ്ട് എന്നുള്ളതാണ്. ആർട്ടിമിസ് 1 മനുഷ്യരുണ്ടായിരുന്നില്ല. ഇനി ഇത് ഉപയോഗിക്കുന്ന വാഹനം രണ്ടിലും SLS റോക്കറ്റും ഓറിയോൺ പേടകവും തന്നെയായിരുന്നു. ഇത് ഈ ദൗത്യത്തിന്റെ ദൈർഘ്യം ഏകദേശം 25 ദിവസമായിരുന്നു ആർട്ടിമിസ് 1 ആർട്ടിമിസ് 2 വരുമ്പോൾ അത് 10 ദിവസമാണ് ദൗത്യത്തിനെടുക്കുന്ന സമയം. ഇതിന്റെ പ്രധാനപ്പെട്ട പരീക്ഷണം ഈ ആർട്ടിമിസ് 1 താപ കവചം, നാവിഗേഷൻ, അതേപോലെ റീ എൻട്രി ഒക്കെ ആയിരുന്നു ആർട്ടിമിസ് 1 പ്രധാനപ്പെട്ട പരീക്ഷണം. അത് ആർട്ടിമിസ് 2 കുറച്ചും കൂടി കടുക്കും. അത് ജീവൻ നിലനിർത്താനുള്ള സംവിധാനം, ആശയവിനിമയം, മനുഷ്യ സുരക്ഷ എന്നിവയാണ് പ്രധാനമായിട്ടും ആർട്ടിമിസ് 2 പരിശോധിക്കുന്ന കാര്യങ്ങൾ. ഇനി ഇതിന്റെ ചരിത്ര പ്രാധാന്യം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ ചരിത്ര പ്രാധാന്യം ആർട്ടിമിസ് 1 വരുമ്പോൾ ആർട്ടിമിസ് പദ്ധതിയുടെ ആദ്യത്തെ ദൗത്യമായിരുന്നു അത് എന്നുള്ളതായിരുന്നു ഒരു ചരിത്ര പ്രാധാന്യം. ഈ രണ്ടാമത്തെ ദൗത്യം ആർട്ടിമിസ് 2 വരുമ്പോൾ അതിന്റെ ഒരു ചരിത്ര പ്രാധാന്യം എന്ന് പറയുന്നത് അപ്പോളോയ്ക്ക് ശേഷം മനുഷ്യൻ ചന്ദ്രനെ സമീപിക്കുന്ന ആദ്യ ദൗത്യം, 54 വർഷങ്ങൾക്ക് ശേഷം മനുഷ്യൻ ചന്ദ്രനിലേക്ക് പോകുന്ന ദൗത്യം എന്നതാണ് ഒരു വലിയ പ്രത്യേകത. പക്ഷെ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ നല്ല കാത്തിരിക്കുമായിരുന്നു ആ ഒരു ദൗത്യം വളരെ അടുത്ത ദിവസം തന്നെ കാണാമെന്നൊക്കെ വിചാരിക്കുമായിരുന്നു ലോകമെമ്പാടുമുള്ള മനുഷ്യർ. പക്ഷേ അത് കുറച്ച് നീട്ടി വെച്ചിരിക്കുന്നു. നമുക്ക് നോക്കാം, ഫെബ്രുവരി 11 വരെയൊക്കെ ഉണ്ടോ ആർട്ടിമിസ് പോയി. അപ്പം നോക്കാം അത് ഇനി എങ്ങനെയാണ് നാസയിൽ നിന്ന് വരുന്ന പുതിയ അപ്ഡേറ്റുകളൊക്കെ അനുസരിച്ചായിരിക്കും അക്കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരിക.